ഈ ധർണ ഐതിഹാസികമായി സത്യാഗ്രഹം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ചുമതലയേറ്റ് ഈ സമാപന പ്രസംഗത്തിന് വന്നത്. നമുക്കൊരു പണിമുടക്കം നടത്തണം. വലിയ വേദനയോടുകൂടിയാണ് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, നമുക്കൊരു പണിമുടക്കം നടത്തണം. അത് ഒരു ദിവസത്തെ പണിമുടക്കം, സൂചന മാത്രം, മറ്റൊന്നും കൊണ്ടല്ല. എല്ലാം അറിയാവുന്നവർ, ഇതെല്ലാം മനസ്സിലാക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കിയാൽ അവരുടെ മുന്നിലേക്ക് വെളിച്ചത്തിന്റെ ദീപശിഖയുമായി, ആ പണിമുടക്കത്തിന്റെ വെളിച്ചത്തിന്റെ ദീപശിഖയുമായി നമുക്കെത്തണം. ആ ദിവസം 2025 ജാനുവരി 22-ാം തീയതി നമ്മൾ ഏകദിന പണിമുടക്കം നടത്തും. നമ്മൾ പ്രഖ്യാപിക്കുന്നു, അന്ന് പണിമുടക്കം പ്രഖ്യാപിക്കുന്നത് ഒരു സൂചനയാണ്. കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് സർക്കാർ, നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം, ഇത് അധ്യാപക സർവീസ് സംഘടനാ സമര സമിതിയുടെ പ്രഖ്യാപനമല്ല, ഇത് ജോയിന്റ് കൗൺസിലിന്റെ പ്രഖ്യാപനമല്ല, AKSUവിന്റെ പ്രഖ്യാപനമല്ല, KGF-ന്റെ പ്രഖ്യാപനമല്ല, KSSയുടെ പ്രഖ്യാപനമല്ല, KLSSന്റെ പ്രഖ്യാപനമല്ല, UPSന്റെ പ്രസ്താവനമല്ല, PSC സ്റ്റാഫ് അസോസിയേഷന്റെ പ്രസ്താവനമല്ല, PFCTയുടെ പ്രഖ്യാപനമല്ല. ഇത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രഖ്യാപനമാണ്. അവർ നമ്മളെ ചുമതലപ്പെടുത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്നലത്തെ ഉച്ചയൂണ് നിങ്ങൾ ആരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ടാവുമെങ്കിലും ആ ഊട് തന്നയിച്ചവർ നമ്മുടെ സഹപ്രവർത്തകരാണ്. 2000 പറഞ്ഞപ്പോൾ 3000 ഊട് കൊടുത്തയച്ചു. 2 പറഞ്ഞവൻ 5 തന്നയച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വിശന്നിരുന്ന് സമരം ചെയ്യരുത് എന്ന് ആലോചിച്ചിട്ടാണ്. അവർക്ക് കൂടി വേണ്ടി ആണ് നമ്മൾ ഈ സമരം ചെയ്ത് തിരിച്ചറിഞ്ഞിട്ടാണ്. ആ പ്രഖ്യാപനം, ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഈ പ്രഖ്യാപനം, ഞങ്ങൾ ഇപ്പോൾ OK ജംഗ്ഷൻ മാഷും KP ഗോകുമാറും സജീവും ഹാരിസും ഉൾപ്പെടെയുള്ള സുധികുമാറും ഉൾപ്പെടെ വിനോദ് ഉൾപ്പെടെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ജനുവരി 22-ന് ഒരു ദിവസത്തെ പണിമുടക്കം നടത്തും. ഈ ഗവൺമെന്റോട് നമ്മൾ ഒരു സൂചന, നമ്മൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരിക്കലും ഈ സർക്കാരിനെതിരല്ല, ഈ സർക്കാരിന്റെ നയങ്ങളോടുള്ളതിനല്ല. പക്ഷെ സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഇങ്ങനെ ചോദ്യം ചെയ്യാനും ഇവിടെ ഒരു കൂട്ടരുണ്ട് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജനുവരി 22-ാം തീയതി നമ്മൾ സമരം നടത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.